2021 ജനുവരി 28-ന് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്നതായിരുന്നു. കൊറോണ വൈറസിനെ ഫലപ്രദമായി നിയന്ത്രിച്ചുകൊണ്ട് ഇന്ത്യ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് മനുഷ്യരാശിയെ രക്ഷിച്ചുവെന്നായിരുന്നു മോദിയുടെ അന്നത്തെ പ്രസ്താവന. ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യം ഇന്ത്യ ആയിരിക്കുമെന്ന് വിദഗ്ധർ പ്രവചിച്ചിരുന്നുവെങ്കിലും ഇന്ത്യ കൊറോണ വൈറസിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നുവെന്നും അദ്ദേഹം അന്ന് പറഞ്ഞു. ആ പ്രസംഗം നടത്തിയ ദിവസം വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 1,52,274 ആയിരുന്നു. എന്നാൽ കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ പിന്നെയും ആളുകൾ മരിച്ചു വീണു. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കോവിഡ് ബാധിതരായി രാജ്യത്ത് മരിച്ചത് 4,81,486 പേരാണ്. പിന്നീട് 2022 ആ കണക്ക് പുതുക്കുകയും 2022 മെയ് 7 വരെ 5,24,064 പേർ മരിച്ചിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പോഴൊക്കെയും ഉയർന്നു കേട്ട ഒരു വിമർശനം കോവിഡ് മരണങ്ങൾ കേന്ദ്ര സർക്കാർ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല എന്നതായിരുന്നു. ഗംഗയിലൂടെ ഒഴുകി നടന്ന ശവശരീരങ്ങളുടെ എണ്ണം ഉൾപ്പെടെ പലതും ഔദ്യോഗിക രേഖകളില്ല എന്ന് നിരവധി സാമൂഹ്യ പ്രവർത്തകരും അന്താരാഷ്ട്ര ഏജൻസികളും ചൂണ്ടിക്കാട്ടി. എന്നാൽ അവയൊന്നും അംഗീകരിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ തയ്യാറായിരുന്നില്ല. ഇപ്പോഴിതാ കേന്ദ്ര സർക്കാരിന് തന്നെ ഒരു കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം 2021 കോവിഡ് മൂലം മരിച്ചുവെന്ന് കരുതപ്പെടുന്നവരുടെ യഥാർത്ഥ എണ്ണവും സർക്കാർ പുറത്തുവിട്ട കണക്കും തമ്മിൽ 20 ലക്ഷത്തിന്റെ അന്തരമാണുള്ളത്. ഗുജറാത്ത് പോലെയുള്ള വിവിധ സംസ്ഥാനങ്ങൾ യഥാർത്ഥ കോവിഡ് കണക്കുകൾ മറച്ചുപിടിക്കുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇനി കൃത്യമായ കണക്കുകളിലേക്ക് വരാം. കോവിഡ് പടർന്നു പിടിച്ച 2021 ഇന്ത്യയിൽ ആകെ മരിച്ചവരുടെ എണ്ണം 2019 താരതമ്യപ്പെടുത്തുമ്പോൾ 25.8 ലക്ഷമാണെന്നാണ് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിന്റെ രേഖകൾ വ്യക്തമാക്കുന്നത്. 2 വർഷ കാലയളവിലെ ജനസംഖ്യയുടെ സ്വാഭാവിക വർധനവ് കണക്കിലെടുത്താലും മരണസംഖ്യയിൽ ഇത്രയധികം വർധനവ് സാധ്യമല്ല. ഇതിൽ നിരവധി സംശയങ്ങൾ തോന്നിയേക്കാം. പക്ഷേ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദീകരിക്കുമ്പോൾ വ്യക്തത ലഭിക്കും. ഓരോ വർഷവും ഒരു രാജ്യത്ത് എത്ര മരണങ്ങൾ ഉണ്ടായേക്കാം എന്നതിനെക്കുറിച്ച് അനുമാനങ്ങൾ ഉണ്ടാകാറുണ്ട്. മുൻ വർഷങ്ങളിലെ മരണനിരക്ക്, ജനസംഖ്യാ വർധനവ് എന്നിവയൊക്കെ പരിഗണിച്ചാണ് അങ്ങനെയുള്ളൊരു കണക്കിലേക്ക് എത്തിച്ചേരുക. എന്നാൽ 2021 കാര്യത്തിൽ ആ ഘടകങ്ങളെല്ലാം പരിഗണിച്ച ശേഷവും സ്വാഭാവികമായി ഉണ്ടാകേണ്ടതിനേക്കാൾ 20 ലക്ഷത്തിലധികം മനുഷ്യർ മരിച്ചിട്ടുണ്ട്. കോവിഡ് കാലമായതുകൊണ്ട് തന്നെ അവർ മഹാമാരി മൂലമായിരിക്കാം മരിച്ചത് എന്നാണ് വിദഗ്ധർ അനുമാനിക്കുന്നത്. അതുമാത്രമല്ല, 2021 മരണകാരണങ്ങളിൽ 2ാം സ്ഥാനത്തുള്ളതും കോവിഡ് ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ 2021 കോവിഡ് ബാധിച്ചു മരിച്ചത് 20 ലക്ഷം പേരാണ്. അതായത് സർക്കാർ അവകാശപ്പെടുന്ന കണക്കുകളേക്കാൾ 6 ഇരട്ടി. കോവിഡ് മരണസംഖ്യ ഏറ്റവും അധികം മറച്ചുവെച്ചത് ഗുജറാത്താണ്. ഗുജറാത്തിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 5,800 പേർ മാത്രമാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. എന്നാൽ നിലവിലെ കണക്കനുസരിച്ച് മരണസംഖ്യ 2 ലക്ഷത്തോടടുത്താണ്. അതായത് സർക്കാർ കണക്കിനേക്കാൾ 33 ഇരട്ടി അധികം. തൊട്ടു പിന്നാലെ മധ്യപ്രദേശ്, വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുമുണ്ട്. കൃത്യമായി കണക്കുകൾ പ്രസിദ്ധീകരിച്ച സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിലുള്ളത് കേരളമാണെന്നതും എടുത്തു പറയേണ്ടതാണ്. 1.5 ഇരട്ടി മാത്രമാണ് കേരളത്തിൽ കാണാവുന്ന അന്തരം. 2024 ജൂലൈയിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അടക്കം ഉൾപ്പെട്ട ഗവേഷണത്തിൽ ഇന്ത്യയിലെ യഥാർത്ഥ കോവിഡ് മരണസംഖ്യ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനേക്കാൾ 8 ഇരട്ടി വരുമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. സമാനമായി ലോകാരോഗ്യ സംഘടനയും ഒരു വെളിപ്പെടുത്തൽ നടത്തി. കേന്ദ്ര സർക്കാർ കണക്കുകളേക്കാൾ 10 ഇരട്ടിയിലധികം പേർ മരിച്ചിട്ടുണ്ടാകാമെന്നായിരുന്നു WHO പറഞ്ഞിരുന്നത്. ഒരുപാട് മരണങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു ആ റിപ്പോർട്ട്. എന്നാൽ 2 റിപ്പോർട്ടുകളും കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞു. നിലവിലെ റിപ്പോർട്ടിൽ ഇതുവരെ പ്രതികരണങ്ങളൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ തന്നെ കണക്കുകളാണ് രണ്ടും എന്നതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇപ്പോഴും കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള BJP സർക്കാരിന്റെ പ്രതികരണമെന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്.